കുടകിലെ കതിവന്നൂർ വീരൻ്റെ പള്ളിയറകളിൽ പ്രധാനപ്പെട്ടവ കതിനൂരിലേതും കാമ്പാടിയിലേതും ആയിരുന്നു. അപ്പോൾ രണ്ടിടത്തും വർഷങ്ങളോളം തെയ്യം കെട്ടിയിരുന്ന വെള്ളരിക്കുണ്ടിൽ കണ്ണപ്പെരുവണ്ണാനെ 22 വർഷം മുമ്പാണ് ചുഴലിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ പ്രഭാകരൻ കണ്ടത്. അപ്പോൾ പെരുവണ്ണാൻ അന്നു ഇങ്ങനെ പറഞ്ഞു: കഴിഞ്ഞ 18 കൊല്ലമായി കതിനൂരിൽ തെയ്യം കഴിപ്പിക്കാറില്ല. കാമ്പാടിയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ തന്നെയാണ് കെട്ടുന്നത്. മീനം 19-നാണ് തെയ്യം. അപ്പോൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയും. അപ്പോൾ കുടകിലെ കതിവന്നൂർ വീരൻ്റെ പള്ളിയറകളിൽ, ക്ഷേത്രങ്ങളിൽ അപ്പോൾ പ്രധാനപ്പെട്ടവ കതിനൂരിലേതും കാമ്പാടിയിലേതുമാണ്. അപ്പോൾ കതിനൂരിൽ ഇപ്പോൾ അങ്ങനെ തെയ്യമൊന്നും ഇല്ല. കാമ്പാടിയിൽ ഇദ്ദേഹമാണ് കെട്ടുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ കുടകിലെ കതിനൂർ വീരൻ കെട്ടാൻ ചുഴലിയിലെ തെയ്യക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരമുണ്ട്. തമ്പുരാട്ടി ചുഴലി ഭഗവതിയുടെ ഓമനക്കുടിക്കകത്തു നിന്ന് കനലാടിയെ കൊണ്ടുവരണമെന്ന് ദൈവം തന്നെ നേരിട്ടു കൽപ്പിച്ചു എന്നാണ് വിശ്വാസം. നമ്മളുടെ നാട്ടിലൊക്കെയും ക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ അധികാരം, ഇന്ന ആളുടെ വീട്ടിൽ നിന്ന് കൊല്ലണം, ഇന്ന ആൾക്കാണ് അവിടെ പൂജിക്കാനുള്ള അധികാരം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതേപോലെ അപ്പോൾ ഇവിടെ തമ്പുരാട്ടി ചുഴലി ഭഗവതിയുടെ ഓമനക്കുടിക്കകത്തു നിന്ന് കനലാടിയെ കൊണ്ടുവരണമെന്നാണ് ദൈവം കൽപ്പിച്ചു എന്നാണ് അങ്ങനെ ഒരു വിശ്വാസം. അപ്പോൾ പാടാൻ കവല കഴിഞ്ഞപ്പോൾ ഞാനും സുഹൃത്തുക്കളും ഇടത്തോട്ട് കാഞ്ഞിരക്കൊല്ലിയിലേക്കുള്ള ഇറക്കത്തിലേക്ക് തിരിഞ്ഞു എന്ന് എൻ പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ പറയുകയാണ്. കന്മദപ്പാറ എന്നു പേരുള്ള മലയ്ക്കും കുടകുവനത്തിനുമിടയ്ക്ക് കറുപ്പ വിഴുങ്ങിയതുപോലെ കിടക്കുന്ന നിരുന്മേഷമായൊരു ഗ്രാമമായിരുന്നു 80കളിലെ കാഞ്ഞിരക്കൊല്ലി. കരിമ്പാലന്മാരാണ് കാഞ്ഞിരക്കൊല്ലിയിലെ ആദിവാസികൾ. മുളയും പുല്ലും കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകളിൽ കൊട്ടയും വട്ടിയും മറ്റുമുണ്ടാക്കിക്കൊണ്ടുള്ള ശാന്ത ജീവിതം. 60കളുടെ അവസാനം തൊട്ട് ക്രിസ്ത്യൻ കുടിയേറ്റക്കാർ എത്തി. പക്ഷേ വളരെ പേരൊന്നും ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചില്ല. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വന്നുപെട്ടാൽ തന്നെ ജീവിതം നിലനിർത്തി കൊണ്ടുപോകാനുള്ള വൈഷമ്യവും സ്വതേ സാഹസികരായ കുടിയേറ്റക്കാരെ പോലും തളർത്തിക്കളയും വിധമായിരുന്നു പറയും. അവിടെ എത്തിപ്പെടാനുള്ള ആ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ കന്മദപ്പാറ എന്ന് പേരുള്ള മല, അതിനും കുടകുവനത്തിനും ഇടയ്ക്ക് കറുപ്പ് ഇഴങ്ങിയതുപോലെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഉത്സാഹമില്ലാണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാഞ്ഞിരക്കൊല്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ കരിമ്പാലന്മാർ, കാഞ്ഞിരക്കൊല്ലിയിലെ ആദിവാസികളെ കുറിച്ച് പറഞ്ഞു. കാഞ്ഞിരക്കൊല്ലിയിലെ ആദിവാസികൾ കരിമ്പാലന്മാരാണ്. ഇനി മുളയും പുല്ലും കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകൾ, അതിൽ കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോണത്. പിന്നെ ക്രിസ്ത്യൻ കുടിയേറ്റക്കാരെ അവിടെ ഉണ്ടായി. പക്ഷേ അധികം ആരും അങ്ങോട്ട് എത്തിപ്പെടാൻ താല്പര്യം കാണിച്ചില്ല. അതിനുള്ള കാരണം പറഞ്ഞു. ഇനി മടുപ്പകറ്റാൻ കാഞ്ഞിരക്കൊല്ലിക്കാരെ മറ്റെന്തിലുമേറെ ആശ്രയിച്ചത് മദ്യത്തെ തന്നെയാണ് എന്ന് പറയും. അതായത് പകൽ നേരത്തെ ഒരു കാൽപ്പെരുമാറ്റം കേൾക്കാനും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന അത്രയും ഉത്സാഹമില്ലാത്ത വഴികളാണ് ഈ കാഞ്ഞിരക്കൊല്ലിച്ച്. അധികം ആൾപ്പെരുമാറ്റം തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. നേരെ മറിച്ച് രാത്രിയായി കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ വ്യാജവാറ്റു കേന്ദ്രങ്ങളിലേക്ക് വെകിള് പിടിച്ചതുപോലെ ഓടുന്ന മനുഷ്യരെ കൊണ്ട് അവരുടെ ഈ വഴികളൊക്കെ തന്നെ നിറയും. അപ്പോൾ NS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാടൻ സാധനമാണ് അന്നൊക്കെ കാഞ്ഞിരക്കൊല്ലിയിൽ കിട്ടിയിരുന്നത്. അപ്പോൾ അതങ്ങടെ അകത്തെത്തിക്കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് സംസാരിക്കാനും ഉറക്കെ പൊട്ടിച്ചിരിക്കാനൊക്കെ ഈ കാഞ്ഞിരക്കൊല്ലിക്കാർ മിടുക്കന്മാരാണെന്നും കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ഒരു കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങൾ വടക്കൻ കേരളത്തിലെ പല മലയോര ഗ്രാമങ്ങൾക്കും കശുവണ്ടി കള്ളക്കടത്തിൻ്റെ മാസങ്ങളായിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങൾ കേരളത്തിലെ മലയോര ഗ്രാമങ്ങൾ കശുവണ്ടി കള്ളക്കടത്തിൻ്റെ മാസങ്ങളാണ്. അപ്പോൾ കുടകിലേക്ക് കാട്ടുവഴികളൊക്കെ ആ മാസത്തിൽ ഏതാണ്ടൊരു ഉത്സാഹം ലഹരിയിലായിരിക്കും. കാരണം കള്ളക്കടത്താവുകൊണ്ട് നേരെയുള്ള വഴി കൂടെ അല്ലല്ലോ കൊണ്ടുപോകും. അപ്പോൾ കൊട്ടിയൂരിൽ നിന്ന് ബർണാനിയിലേക്ക്, പുളിങ്ങോത്ത് നിന്ന് ഭാഗമണ്ടിലേക്ക്, കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് ചേലാവാരത്തേക്ക്, അങ്ങനെ കുടകിലേക്കുള്ള കാട്ടുവഴികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വഴികളിൽ പലതിലും കപ്പയും ഇറച്ചിയും ചാരായവും കിട്ടുന്ന കടകൾ തൂണുപോലെ അങ്ങനെ മുളച്ചു പോകും. കാരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇഷ്ടം പോലെ ആളുകൾ അധികം യാത്ര ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ട്. പിന്നെ എല്ലാം അണ്ടി കടത്തുന്നവരെ ഉദ്ദേശിച്ചുള്ളവയാണ്.
ഇനി മലകയറ്റത്തിനിടയിലോ ഇറക്കത്തിലോ അവരിൽ ആർക്കെങ്കിലും ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് തോന്നിയാൽ അതിനുള്ള ഏർപ്പാടുകളും അങ്ങിങ്ങായിട്ട് ഉണ്ടാകും. അപ്പോൾ നാട്ടിലെ മലയടിവാരത്ത് നിന്ന് കശുവണ്ടി നിറച്ച ചാക്ക് രണ്ടായി കെട്ടി മേൽഭാഗം തലയിലും കീഴ്ഭാഗം ചുമലിലുമായി കുടകതിർത്തിയിലെ ഡിപ്പോവിലേക്ക് പോകുന്ന സാഹസികർക്ക് ഒറ്റ യാത്ര കൊണ്ട് തന്നെ 100 രൂപയെങ്കിലും ലാഭം കിട്ടുമായിരുന്നു. അന്നത്തെ കാര്യമാണ് പറയുന്നതല്ലോ, ഇന്നത്തെ അല്ല. അപ്പോൾ 10-20 വർഷം മുമ്പ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാമാന്യം ഭേദപ്പെട്ടൊരു തുകയായിരുന്നു അത് എന്ന് പറയും. അപ്പം അന്ന് 100 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ കശുവണ്ടി കള്ളക്കടത്തിന് അധികം എല്ലാവരും താല്പര്യം കാണിച്ചു എന്ന് പറയും. അപ്പോൾ 1985 സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ വകയായിട്ട് കാഞ്ഞിരക്കൊല്ലിയിൽ ഒരു കശുവണ്ടി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബംഗ്ലാവ് അന്ന് അവരും നാട്ടുകാരും വിളിച്ചിരുന്ന ചെത്തിത്തേക്കാത്ത ചെറിയൊരു ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർമാരുടെ താമസം. അപ്പോൾ ദാമു, ഉണ്ണി എന്നീ ഇൻസ്പെക്ടർമാർക്കൊപ്പമാണ് ഈ ബംഗ്ലാവിൽ നമ്മളുടെ ലേഖകനും എത്തിച്ചേർന്നത്. അപ്പോൾ കശുവണ്ടി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു 1985. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ ദാമു, ഉണ്ണി എന്ന് പറയുന്ന 2 ഇൻസ്പെക്ടർമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഇദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. കാഞ്ഞിരക്കൊല്ലിയിലെ വിചിത്ര പ്രകൃതികളായ പല മനുഷ്യരുമായി ഇൻസ്പെക്ടർ സുഹൃത്തുക്കൾ നേരത്തെ സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണുകൊണ്ട് കുരിശു വരച്ചു കാണിക്കാൻ അറിയുന്ന ഫിലിപ്പ് ചേട്ടൻ ഒരു കുടകൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഊക്കനൊരു കരിനാഗനെ വെടിവെച്ചു കൊന്നതിൻ്റെ ഓർമ്മ സൂക്ഷ്മ വിശദാംശങ്ങളോടെ എല്ലാവരുമായിട്ട് പങ്കുവെച്ച 18കാരനായ ബേബി 2-3 കഞ്ചാവ് ബീഡി ഒന്നിച്ചു വലിച്ച് ഈറ്റയും മുളയും വെട്ടാനായി കാട്ടിലേക്ക് കയറിയാൽ പിന്നെ 7-8 ദിവസത്തേക്ക് നാടിൻ്റെ ഓർമ്മ തന്നെ കൈവിട്ടു പോകുന്ന പൈലിച്ചേട്ടൻ, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ എന്നുവെച്ചാൽ പിന്നെ ഇവർ ദാമു, ഉണ്ണി എന്ന് പറയുന്ന 2 ഇൻസ്പെക്ടർമാർ ചെക്ക് പോസ്റ്റിൽ താമസമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ അവിടുന്ന് ഇങ്ങനെ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ള 2-3 പ്രത്യേക സ്വഭാവക്കാരായിട്ടുള്ള ആളുകളെയാണ് പറഞ്ഞു തന്നത്. അതിലെ പൈലിച്ചേട്ടൻ്റെ കുടകുവനം സ്വന്തം വീട് പോലെ 16 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഇന്നേ വരെ ഞാനൊരു കൂലിപ്പണിക്ക് പോയിട്ടില്ല. ഈ കാടാണ് എന്നെ പോറ്റുന്നത്. വെച്ചാൽ കാടിൻ്റെ ഏത് മുക്കും മൂലയിലും പോയിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞാലും പൈലിച്ചേട്ടൻ അറിയും. അപ്പോൾ കാടിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടെന്നും പൈലിച്ചേട്ടൻ അറിയാം. നിയമപാലകരുടെ പിടിയിൽപ്പെട്ട് മർക്കാറയിലെ ജയിലിൽ കിടന്ന അനുഭവവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതൊന്നും വലിയൊരു സംഗതിയായിട്ട് മൂപ്പർക്ക് തോന്നുന്നില്ല. കാടിനോടുള്ള സ്നേഹം ഉൾക്കാടിൻ്റെ ഗഹനത പോലെയോ ഏകാന്ത നിശ്ചലത പോലെയോ പൈലിച്ചേട്ടൻ്റെ മെലിഞ്ഞുണങ്ങിയ മുഖത്ത് ശാന്തമായി നിലകൊള്ളുന്നത് എങ്ങനെയോ നമുക്ക് അനുഭവപ്പെടുമെന്ന് പറയും. അപ്പോൾ കാടിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടായിരിക്കണം മർക്കാറയിലെ ജയിലിന് പൈലിച്ചേട്ടന് പോവേണ്ടി വന്നത്. പക്ഷേ കാട്ടിൽ പോയോ ഇല്ലേ അതൊന്നും അല്ല കാര്യം. പൈലിച്ചേട്ടന് കുടകു വനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ മദ്യവും കഞ്ചാവും കഴിഞ്ഞാൽ വേട്ടയായിരുന്നു കാഞ്ഞിരക്കൊല്ലിയിലെ പുരുഷന്മാരുടെ പ്രധാന ലഹരി. കാട്ടുപന്നി, മെരു, കൂരൻ, കാട്ടാട് എല്ലാം അവരുടെ തോക്കിന് മുന്നിൽ ചെന്നുപെടും. 85 തോക്കിന് ലൈസൻസ് ഉള്ളവരായി 2-3 പേര് നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ തോക്ക് കൈവശമുള്ളവർ 200-ലേറെ പേരുണ്ടെന്ന് എല്ലാവർക്കും അറിയും. അടിയന്തരാവസ്ഥ കാലത്താണ് ഇത്രയേറെ പേർ തോക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന കാര്യം ആദ്യമായി പുറത്തു വന്നത്. നാട്ടിലുള്ള കള്ളത്തോക്ക് മുഴുവൻ ഒരു ദിവസം ബംഗ്ലാവിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു അത്. അപ്പോൾ കള്ളത്തോക്കുണ്ടാക്കി 50 മീറ്റർ വരെ ദൂരത്തിൽ വെടിവെച്ചു കാണിച്ച് വിൽപ്പന നടത്തിയിരുന്ന കൊല്ലൻ രാമാനം എങ്ങോട്ടോ മുങ്ങി. രാത്രി തന്നെ അയാൾ പോയി എന്ന് പറയണം. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് തോക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഇത്രയും ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ തോക്കുണ്ടാക്കി കൊടുക്കുന്ന ആരെന്ന് പിന്നെ അന്വേഷണം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോക്കുണ്ടാക്കി കൊടുത്തിരുന്ന കൊല്ലൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിയൊക്കെ ചെയ്യുന്ന ആൾ. അപ്പോൾ അയാൾ രാത്രി തന്നെ അവിടുന്ന് പോയി. ഇങ്ങനെ 20 കൊല്ലം മുമ്പുള്ള കാഞ്ഞിരക്കൊല്ലിയിൽ ഒരു പുറംനാട്ടുകാരനെ 2 ദിവസത്തിനപ്പുറത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. 80കളിൽ അദ്ദേഹം അവിടെ ചെന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2-3 പീടികകളും നന്നേ ചെറിയൊരു ഹോട്ടലും സ്ഥിരമായി അടഞ്ഞു കിടക്കുന്ന ഒരു വായനശാലയും മാത്രമുള്ള കുട്ടിമാവ് ടൗൺ. പള്ളി, LP സ്കൂള്, ചെറുതും വലുതുമായ കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, നീർച്ചാലുകൾ, റബ്ബർ മരക്കാടുകൾ എല്ലാം
വളരെ പെട്ടെന്ന് കണ്ടും അടുത്തു പോകും. നാടിനെ മുഴുവൻ ലഹരി പിടിപ്പിക്കുന്ന സന്ധ്യകളിലൊഴിച്ച് എല്ലായ്പ്പോഴും ആഴമേറിയ നിശ്ചലതയിൽ ഗ്രാമം മുഴുവൻ അമർന്നു കിടക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ബംഗ്ലാവിൻ്റെ വരാന്തയിലെ ചെറിയ കട്ടിലിൽ രാത്രിയിൽ എപ്പോഴോ ഉറക്കം ഞെട്ടി ഉണർന്നപ്പോൾ കാതിൽ വന്നു വീണ കാട്ടാടിൻ്റെ കരച്ചിൽ ഇപ്പോഴും ഉള്ളിൽ കിടന്ന് മുഴങ്ങുന്നുണ്ട്. അനാദിയായൊരു വിഷാദവും അശരണതയും ആത്മാവിൽ നിറച്ച ആ കരച്ചിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ വേട്ടക്കാർ വെടിവെച്ചതായിരിക്കാം. അപ്പോൾ ആ ഒരു കരച്ചിൽ തൻ്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ് എന്ന് ലേഖകൻ പറയണം. അപ്പോൾ കാഞ്ഞിരക്കൊല്ലിയെ കുറിച്ചാണ് പറഞ്ഞത്. കാഞ്ഞിരക്കൊല്ലിയിൽ പ്രത്യേകിച്ച് 2 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിർത്താനായിട്ടുള്ള യാതൊന്നുമില്ല. ഒരു കശുവണ്ടി ചെക്ക് പോസ്റ്റാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ആളുകളുടെ ഒരു വിനോദ മാർഗം എന്ന് പറയുന്നത് മദ്യം, അതേപോലെ കഞ്ചാവ്, ഇതൊക്കെയാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. പിന്നെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നാണ് അധ്യായത്തിൻ്റെ പേരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മന്ദപ്പൻ എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് നമ്മളോട് പറയേണ്ടത്.